ഹലോ നമസ്കാരം. വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ 3 AI ടൂളുകൾ മനസ്സിലാക്കുക മാത്രമല്ല ഈ 3 AI ടൂളുകളുടെ ഉപയോഗങ്ങൾ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ്. ഏതെല്ലാമാണ് ആ 3 AI ടൂളുകൾ, ആ 3 AI ടൂളുകൾ എങ്ങനെയെല്ലാമാണ് ഓരോ വിദ്യാർത്ഥികൾക്കും തൻ്റെ പഠനത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ സ്ട്രൈറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാത്തിനും മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം 3 AI ടൂളുകൾ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചാറ്റ് ബോട്ടുകൾ. എന്താണ് ചാറ്റ് ബോട്ടുകൾ? അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ്, LLM എന്നും പറയാം. അതായത് പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഏതെല്ലാമാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ്? അതിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ChatGPT, ജെമിനി, ഡീപ്സീക്ക്, ഗ്രോക്ക്. ഇവയൊക്കെ എന്തിൻ്റെ ഉദാഹരണങ്ങളാണ്? ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകളുടെ ഉദാഹരണമാണ്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് എന്താണ് പ്രോംപ്റ്റ് എന്നുള്ളതാണ്. കുറേ ആളുകൾ പലപ്പോഴും AI ചാറ്റ് ബോട്ടുകളോട് അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡലുകളോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പരാതി പറയുന്നതാണ്, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിസൾട്ട് ചാറ്റ് ബോട്ടുകളിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു പരാതി പറയാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നിങ്ങളുടെ സുഹൃത്ത് ഓടി വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, എടാ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യടാ എന്ന് പറഞ്ഞു. ആ സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ പല ഡൗട്ടുകൾ ഉണ്ടാകും. അവൻ എവിടേക്ക് പോകാനുള്ള ടിക്കറ്റാണ് എന്നോട് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്? ട്രെയിനിലുള്ള ടിക്കറ്റാണോ, ബസ്സിനുള്ള ടിക്കറ്റാണോ, എവിടുന്ന് എവിടേക്ക്, ഏത് ദിവസം? ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളുടെ സുഹൃത്ത് ഓടി വന്നിട്ട് എടാ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമെന്ന് പറയുന്നത്. ഈ സെയിം സാധനമാണ് നമ്മൾ ഓരോ സമയത്തും ചാറ്റ് ബോട്ടുകളോട് ഓരോ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴും സംഭവിക്കുന്നത്. നമ്മളെന്താ വളരെ സിമ്പിളായിട്ട് പറയും, മേക്ക് എ ഇമെയിൽ, റൈറ്റ് എ ലെറ്റർ, ഗിവ് മീ സംതിങ് എന്നിങ്ങനെ വളരെ ബ്രോഡായിട്ട് പറയും. അപ്പം നമ്മൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിലുണ്ടല്ലോ, ഒരാൾ നമ്മളോട് ഓടി വന്നിട്ട് എടാ ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ആംബിഗസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവില്ലേ, അല്ലെങ്കിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ സെയിം സാധനം ശരിക്കും പറഞ്ഞാൽ ചാറ്റ് ബോട്ടുകളിലും സംഭവിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിനെന്ത് ചെയ്യണം? പ്രോംപ്റ്റിൽ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ, എടാ നാളെ എനിക്ക് ഡൽഹിയിലേക്ക് വിമാനത്തിൽ പോകാനുള്ള ഫ്ലൈറ്റാണ് നീ ബുക്ക് ചെയ്ത് തരേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള ടിക്കറ്റാണ് നീ ബുക്ക് ചെയ്ത് തരേണ്ടത് എന്നാണ് നിങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രോംപ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. ആ ഡീറ്റെയിൽഡ് ആയ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ചാറ്റ് ബോട്ടിന് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾക്ക് ഏത് രീതിയിലുള്ള ഔട്ട്പുട്ടാണ് വേണ്ടത്, എത്രയാണ് അതിൻ്റെ വലുപ്പം, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, വളരെ ക്ലിയർ ആയിട്ട് വളരെ വിവിഡായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും അതിന് നൽകാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ചാറ്റ് ബോട്ടുകളിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു മിസ്റ്റേക്ക്, അതായത് വളരെ ബ്രോഡായിട്ടുള്ള പ്രോംപ്റ്റുകൾ ഒരിക്കലും നിങ്ങൾ ചോദിക്കരുത്. ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 AI ടൂളുകൾ. അതിൽ ഒന്നാമത്തെ AI ടൂളിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന AI ടൂളാണ് ജെമിനി. അതായത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇത് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ, ഇതിനെന്തിന് എത്ര ഹൈപ്പ് കൊടുത്ത് പറയുന്നത് എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും. ശരിക്കും ഇത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, പല ആളുകളും ഈ ജെമിനിനെ അല്ലെങ്കിൽ ChatGPT വളരെ സിമ്പിളായിട്ട് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇവിടെ വന്ന് സെർച്ച് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു സെർച്ച് എൻജിൻ ടൂളായിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ രീതിയിൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താമെന്ന് അറിയില്ല. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിൽ കുറേ ആളുകൾക്ക്, വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കുറേ ആളുകൾ ആഗ്രഹിക്കുന്നതാണ് ഇംഗ്ലീഷ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ കുറേ ആളുകൾക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ
ഒരു ലാംഗ്വേജ് പാർട്ട്ണർ ഇല്ല എന്നുള്ളതാണ്. അതായത് ഏതൊരു ഭാഷ പഠിക്കുമ്പോഴും നമ്മൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിരന്തരമായിട്ട് സംസാരിക്കുക, നിരന്തരമായി കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ കുറേ ആളുകൾക്ക് വീട്ടിൽ എന്ത് ചെയ്യില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ പോയി കഴിഞ്ഞാൽ അതിന് പറ്റിയ ലാംഗ്വേജ് പാർട്ട്നേഴ്സ് ഉണ്ടാവില്ല എന്നുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാംഗ്വേജ് പഠിക്കും വേണം. അപ്പോൾ നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ നോക്കുന്നത് എന്താ വെച്ചാൽ ഒരു AI ടൂൾ ജെമിനിയുടെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ഭാഷ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്യാൻ നോക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾക്ക് ഏത് ഭാഷയും നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അറബിയോ ഇംഗ്ലീഷോ ഉറുദോ കൊറിയയോ ഏത് ഭാഷയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലാംഗ്വേജ് ടൂളുമായിട്ട് അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഫംഗ്ഷനുമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അതൊന്ന് നോക്കി വെക്കാം. അപ്പോൾ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല. നിങ്ങൾ ആപ്പ് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. ജെമിനി ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് നോർമൽ മിക്ക ആളുകൾക്കും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഈ താഴെയുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഭാഷ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്കെന്ന് വെച്ചാൽ ഒന്ന് വളരെ സിമ്പിളായിട്ട് ഇതിനൊരു ലാംഗ്വേജ് പാർട്ട്ണറായിട്ട് കണക്കാക്കാൻ സാധിക്കും. എന്നിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള നീ ചായ കുടിച്ചോ, എന്തൊക്കെയാണ് നിൻ്റെ ഹോബീസ്, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്, അതേപോലെ തിരിച്ചു നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ കാഷ്വലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭാഷ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാൻ ശരിക്കും പറയുന്നത് ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള പാഠങ്ങളാണ്. ഞാൻ കറൻ്റ്ലി ഒരു ഭാഷ പഠിക്കുന്നത് ഈ ഒരു AI ടൂൾ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെയുള്ള ഈ ഒരു ലൈവ് ഇൻറ്ററാക്ഷൻ ഓപ്ഷനാണ് നമ്മൾ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഇതിനുമായിട്ട് എന്ത് ചെയ്യാണ്, സംസാരിച്ച് ഭാഷ പ്രാക്ടീസ് ചെയ്യണം. നമുക്കൊന്ന് നോക്കി വെക്കാം. Hey, I'm trying to learn my English. I'm trying to practice my English. Could you help me with that? I'd be happy to help you practice your English. What would you like to talk about? We could start with your day or something you're interested in. You can ask me about my day. Sure. How was your day? My day was amazing. Like I wake up early and I did my walk. It was about my day. What about your day? It was good? That sounds like a great start to your day. I'm glad you enjoyed your walk. As for my day, well, I don't... ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഭാഷ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, അതിനുമായിട്ട് സംവദിക്കാനുള്ളൊരു ഇംഗ്ലീഷ് എൻ്റെ സെറ്റായിട്ടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മലയാളത്തിലും ഇതുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. എനിക്ക് നിൻ്റെ കൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യണം, പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് കൂടുതൽ അറിയില്ല, വളരെ ബേസിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നീ ഇംഗ്ലീഷിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ കൂടെ തന്നെ മലയാളത്തിലുള്ള അതിൻ്റെ മീനിങ് കൂടെ എനിക്ക് പറഞ്ഞു തരണം. തീർച്ചയായും താങ്കൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇംഗ്ലീഷ് പരിശീലിക്കാൻ ഞാൻ സഹായിക്കാം. വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ആരംഭിക്കാം. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണ്? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു AI ടൂളുമായിട്ട് നമ്മുടെ ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അബ്സല്യൂട്ട്ലായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇനി നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഉണ്ടാകും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഹോട്ടലിൽ പോയാലുള്ള ഇംഗ്ലീഷ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് പോകണം, അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ലേണിങ്ങും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനോട് പറയാം, ഇന്ന സിറ്റുവേഷൻസിലില്ല, അതായത് ഹോട്ടലിൽ പോയാൽ ഉപയോഗിക്കുന്ന കോമൺ യൂസേജ് ഇംഗ്ലീഷാണ് ഞാൻ പഠിക്കുന്നത്, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നോട് ചോദിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അടുത്തത് രണ്ടാമത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ തന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് ലൈവായിട്ട് സംസാരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഏത് സബ്ജക്റ്റ് ആവാം, ഇത് സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനോട് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലോടും ഇതിനോട് ചോദിക്കാൻ സാധിക്കും. അപ്പം അതുവഴി എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു ടീച്ചർ നമ്മുടെ കൂടെ നമ്മൾക്കൊപ്പം പ്രാക്ടീസ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാനുണ്ട് എന്നുള്ളൊരു ഫീൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരർത്ഥത്തിലൊക്കെ കിട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ആൻസർ ഇതിനോട് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടുത്തെ ആൻസർ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സഹായം ചോദിക്കുകയാണ്. ഇവിടെ ഓൺ ചെയ്തു ശേഷം ക്യാമറ ഓൺ ആക്കി. ഓക്കെ, ഹായ്, എനിക്ക് ഇവിടെ വരുന്ന ആൻസർ ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും.
a+b സമം 32ഉം a-b സമം 18ഉം ആണെങ്കിൽ എയുടെ വില 25ഉം ബിയുടെ വില 7ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ a*b സമം 175. മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് പല കാര്യങ്ങളും ഇതിൻ്റെ ക്യാമറ വെച്ചിട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും. നമ്മൾക്ക് തന്നെ സെൽഫായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത്. അടുത്തതായി നമ്മൾ ട്രൈ ചെയ്യുന്നത് സിമ്പിളായിട്ട് ഇതിൻ്റെ ചാറ്റ് ബോട്ടുമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ ആളുകൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ച ശേഷം അവർക്ക് ആ പഠിച്ചതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സാം എടുത്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ PSCക്കോ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്ഷൻ പഠിച്ചു, ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? MCQ ക്വസ്റ്റ്യൻ കിട്ടുക മാത്രമല്ല, നിങ്ങൾക്ക് ആ MCQ ക്വസ്റ്റ്യൻ ഇവിടെ വളരെ ഫോർമലായിട്ട് വളരെ ഇൻഫോഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു എക്സാം എടുക്കാൻ സാധിക്കും. എക്സാം എടുക്കുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണെന്ന് അപ്പോൾ തന്നെ കാണിക്കും. അത് എൻഡ് ഓഫ് ദ എക്സാം നമുക്ക് എന്ത് ചെയ്യും, സ്കോർ നമ്മളുടെ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയുള്ള സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ഞാൻ വായിച്ചു. ഇനി അതിൽ വേണ്ട MCQ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടാണ്. പ്രോംപ്റ്റിൻ്റെ നേരത്തെ പറഞ്ഞ മാനദണ്ഡം ഒന്നും പാലിക്കുന്നില്ല, സമയം കൂടണ്ടെന്ന് എഴുതിയിട്ടാണ്. ഇവിടെ ഞാൻ ഇതാണ് പറയുന്നത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു MCQ നിർമ്മിച്ചു തരുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൻ്റെ അവസാനം എനിക്ക് സ്കോർ കൂടി കാണിച്ചു തരണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. മലയാളത്തിലാവണം എന്നും കൂടി ഞാൻ പറയണം. മേക്ക് ഇറ്റ് മലയാളം. ഓക്കെ, മലയാളത്തിൽ വേണം കൂടി പറയാണ്. ശേഷം ഞാനിവിടെ എന്ത് ചെയ്തു, എൻ്റർ അടിച്ചു. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി വെക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ PSC പോലത്തെ എക്സാമുകൾക്ക് പ്രിപ്പയർഡ് ആകുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ചില എക്സാമുകൾക്കൊക്കെ MCQ ക്വസ്റ്റ്യൻസ് ഉള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മലയാളത്തിലുള്ള MCQ നമ്മൾ നിർമ്മിച്ച് തരാൻ ചോദിച്ചിരുന്നു. നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഇതെന്താ വെച്ചാൽ വളരെ നല്ല രീതിയിൽ എക്സാം എടുക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് എലമെൻ്റ് അടക്കം കൂട്ടിയിട്ടുള്ള ഒരു ക്വിസാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. നമുക്കിനി ഓരോന്നും എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നും നമുക്കിങ്ങനെ തെറ്റേതാണ് ശരി ഏതാണെന്ന് നമുക്കിങ്ങനെ ചൂസ് ചെയ്യാം. ഞാനിവിടെ റാൻഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് സെലക്ട് ചെയ്തു. നമ്മൾക്ക് ഇത് നമ്മൾ എടുത്ത ചോയ്സ് ഇത് തെറ്റാണ്, ഏതാണ് ഇതിൽ ശരി എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ടെസ്റ്റ് എടുത്ത് നോക്കാൻ സാധിക്കും. ഞാൻ റാൻഡായിട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ റാൻഡായിട്ട് ആൻസർ ചെയ്ത് പോവുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് സ്കോർ കൂടി കാണിച്ചു തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോവാണ്. 20 ചോദ്യം നമ്മൾക്ക് തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സാം നമ്മൾക്ക് ഇവിടെ സ്കോർ കൂടി കാണിച്ചു തരുന്നുണ്ട്, നമ്മുടെ അക്യൂറസി കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ എല്ലാം, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമുകൾ ഒറ്റ പ്രോംപ്റ്റിൽ മേക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്താ വെച്ചാൽ ഓരോ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് അതിൻ്റെ MCQ എടുക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റുകൾ കൊടുത്താൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എക്സാം നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സാം ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, എക്സാം വളരെ രസകരമായ രീതിയിൽ ഭംഗിയിൽ നമ്മൾക്ക് എടുക്കാനും സാധിക്കും. അത് എൻഡ് ഓഫ് ദ എക്സാം അതിന്റെ സ്കോർ നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു ഫംഗ്ഷന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അടുത്തതായി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നാനോ ബനാനയെ കുറിച്ചിട്ടാണ്. നാനോ ബനാന ഒന്നുകിൽ നമ്മൾക്ക് എന്താ വെച്ചാൽ ഇവിടെ തന്നെ ക്രിയേറ്റ് ആൻ ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ടൂൾസിൽ പോയിട്ട് ക്രിയേറ്റ് ആൻ ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഇമേജ് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫംഗ്ഷൻ ആണ് ഈ നാനോ ബനാന. അതായത് കുറേ ആളുകൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു കോൺസെപ്റ്റ് അതിനെ വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്കില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ നാനോ ബനാന വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ പെയിന്റ് അടിക്കുകയാണ്. ആ പെയിന്റ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 കളറുകളുണ്ട്. ആ 2 കളറുകൾ നിങ്ങളുടെ വീടിന് മാച്ച് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു നാനോ ബനാനയുടെ ഹെൽപ്പ് വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഇത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേഷൻ റിലേറ്റഡ് ആയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നാനോ ബനാന വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നാനോ ബനാന നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ട് പല വിധേനയുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കലണ്ടർ മേക്ക് തരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നാനോ ബനാനയോട് നിർമ്മിച്ച് തരാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് വേണം, അപ്പോൾ അതും നിങ്ങൾക്ക് നാനോ ബനാനയോട് നിർമ്മിച്ച് തരാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം എന്ത് ചെയ്യുന്നുണ്ട്, നാനോ ബനാന വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അടുത്തതായി
നിങ്ങളോട് പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെമിനിയുടെ ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അതിന് ജെംസ് എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സ്പ്ലോർ ജെംസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ ന്യൂ ജെം എന്നുള്ള ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോൾ എന്തിനാ എന്നുള്ളത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ടുകൾ നിർമ്മിക്കാനാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾക്കും ഓരോ ജെമ്മുകൾ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കരിയർ മെൻറ്റർ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാനർ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ മേക്കർ വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് സ്കൂളിലോ കോളേജിലൊക്കെ. അവിടെയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ജെമ്മുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണമായിട്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ജെമ്മുകളെ കാണിച്ചു തരാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹിന്ദി ഗ്രാമർ ദോസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ഗ്രാമർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു AI ടൂൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ SEO കോപൈലറ്റ് എന്നുള്ളത് എൻ്റെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജെമ്മിനെ ഉപയോഗിക്കുന്നത്. ഇതേ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ജെമ്മുകൾ ഇവിടെ ന്യൂ ജെമ്മ് വെച്ചിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഇതിപ്പോൾ ജെമിനിയിൽ ചോദിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ജെമ്മ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യകത? ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ജെമിനിയിലാണെങ്കിലും ചാറ്റ് GPT-നോടാണെങ്കിലും ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യം അതിന് നേരത്തെ പറഞ്ഞു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ബാക്ക്ഗ്രൗണ്ട് സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ഇതിനൊരു പേര് കൊടുക്കാം. ശേഷം എങ്ങനെയാണ് ഈ ഒരു AI ടൂൾ വർക്ക് ചെയ്യേണ്ടത്, ആ വർക്ക് ചെയ്യേണ്ട രീതിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുക്കാം. ഇപ്പം ഞാൻ ഹിന്ദി പഠിക്കുന്ന സമയത്ത് അതിനോട് പറഞ്ഞു എൻ്റെ നേറ്റീവ് ലാംഗ്വേജ് മലയാളമാണ്, എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, ഹിന്ദി തീരെ അറിയില്ല. അപ്പോൾ ഹിന്ദി ഞാൻ അബ്സല്യൂട്ട് ബിഗിനർ ആയിട്ടുള്ള ആൾ, ഞാൻ സ്ക്രാച്ചിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീച്ചറായിട്ട്, ഗ്രാമർ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു ഞാൻ ഇവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടേക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒന്നുകിൽ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ എഴുതി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ നിങ്ങൾ കൊടുത്ത ആ ഒരു പ്രോംപ്റ്റിനെ വളരെ സെറ്റായിട്ട് ഉള്ള ഒരു പ്രോംപ്റ്റായിട്ട് അവർ തന്നെ മേക്ക് ചെയ്ത് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജെമിനി പോയിട്ട് ജെമിനിയിലുള്ള ഒരു ജെമ്മ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആവശ്യം ഇന്നതാണ്, ഈ ആവശ്യത്തിന് വേണ്ട ഒരു ജെമ്മിലേക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നീ നിർമ്മിച്ച് തരണം എന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു AI ടൂൾ അല്ലെങ്കിൽ ഈ ഒരു AI ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് വ്യത്യസ്ത ജെമ്മുകളെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളിതിൻ്റെ ഒരു മുഴുവൻ ഫുൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുള്ളവർക്ക് അത് വീഡിയോ കാണാവുന്നതേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് റെസ്യൂമുകൾ, ഓരോ ജോബിനും ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള റെസ്യൂമുകൾ സിമ്പിളായിട്ട് നമുക്ക് ജെമ്മ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻസിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. ശേഷം നമ്മൾക്ക് ഓരോ ജോബിനും ആ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് സിമ്പിളായിട്ട് ഇതിൻ്റെ പ്രോംപ്റ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോംപ്റ്റിൻ്റെ രീതിയിൽ പറയാം. എന്നിട്ട് പറയാം ഇതിന് വേണ്ട ഒരു റെസ്യൂമ് മേക്ക് ചെയ്ത് തരാൻ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് ജെമ്മിനെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ജെമ്മ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ നേരത്തെ നമ്മൾ ജെമിനിയിൽ ചോദിക്കുന്ന അതേ രീതിയിൽ നമുക്ക് ചോദിച്ച് പോകാൻ സാധിക്കും. അടുത്ത ഫംഗ്ഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് VO3യെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ടൂൾസിൽ വന്നിട്ട് ക്രിയേറ്റ് വീഡിയോസ് വിത്ത് VO എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസും നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോക്ക് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പിക്ചർ ആഡ് പിക്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പിക്ചേഴ്സും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിൻ്റെയും ഒരു ഫുൾ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് VO3 നിർമ്മിക്കേണ്ട പ്രോംപ്റ്റുകൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് VO3 നമ്മൾക്ക് ഉപയോഗിക്കാമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ VO3 ഇപ്പോൾ നിലവിൽ പെയ്ഡ് വേർഷൻസിന് മാത്രമുള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു
ഡിസപ്പോയിൻറ്റഡ് ആയില്ല. ഡോണ്ട് വറി, നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ ഫ്രീ ആയിട്ട് ജെമിനിയുടെ പ്രോ വേർഷൻ ഗൂഗിൾ നിങ്ങൾക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് സിമ്പിളായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജെമിനി ഫോർ സ്റ്റുഡൻസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏകദേശം 19,500 രൂപ വില വരുന്ന ജെമിനിയുടെ പ്രോ വേർഷൻ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ ഫ്രീ ആയിട്ട് ഇവരുടെ പ്രോ വേർഷൻസ് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന AI ടൂൾ എന്ന് പറയുന്നത് നോട്ട്ബുക്ക് LMനെ കുറിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മൈ ഫേവറേറ്റ് AI ടൂൾ. അതായത് റീസെൻ്റ് ആയിട്ട് എനിക്കൊരു എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു AI ടൂൾ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു എക്സാമിന് പ്രിപ്പയർഡ് ആയിരുന്നത്. അപ്പോൾ ഈ ഒരു AI ടൂളിൻ്റെ എന്തെല്ലാമാണ് പ്രത്യേകതകൾ എന്ന് നമുക്ക് അടുത്തതായി നോക്കാം. നോട്ട്ബുക്ക് LM നിങ്ങൾക്ക് ആപ്പിൽ വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ആപ്പ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വെബും ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിവിടെ വെബിലാണ് ഉപയോഗിക്കുന്നത്. നോട്ട്ബുക്ക് LM എന്ന് സെർച്ച് ചെയ്യുക. ശേഷം ഇതാണ് നോട്ട്ബുക്ക് LMൻ്റെ ലോഗോ, ഇതാണ് നോട്ട്ബുക്ക് LM. ശേഷം ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾക്ക് ആദ്യം കാണാൻ സാധിക്കുക. ലോഗിൻ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്ന ആളുകൾ ലോഗിൻ കാര്യങ്ങൾ ചെയ്യുക. ട്രൈ നോട്ട്ബുക്ക് LM എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ ക്രിയേറ്റ് എ ന്യൂ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. നോട്ട്ബുക്ക് LMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഏത് ഫയൽസും കൊടുക്കാൻ സാധിക്കും. അതായത് ഓഡിയോ ഫയൽസ്, വീഡിയോ ലിങ്ക്സ്, വെബ്സൈറ്റുകൾ, PDF ഫയലുകളൊക്കെ കൊടുക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് നോട്ട്ബുക്കിൻ്റെ ഫങ്ഷൻസ് എന്ന് കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫീൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് നമ്മൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിക്കുന്ന സമയത്ത് ഒരു ചാപ്റ്ററിൻ്റെ ഫയൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ എൻറ്റയർ കാര്യങ്ങൾ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ് ചെയ്ത് തന്നാൽ എങ്ങനെയായിരിക്കും? മനോഹരമായിരിക്കില്ലേ? ഇപ്പോൾ 10ാം ക്ലാസ്സിലെ ബയോളജീൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഇതിന് നോട്ട്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ശേഷം ആ ചാപ്റ്റർ ഇപ്പോൾ DNA കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ DNA എന്നുള്ളത് ഇവിടെ ഫസ്റ്റ് വരും. പിന്നെ ആ DNA സബ് സെക്ഷൻസ് 2ആയിട്ട് വരും. പിന്നെ ആ സബ് സെക്ഷൻസിന് ഏതൊക്കെയാണ് അടുത്ത സെക്ഷൻസ് എന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മൈൻഡിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവും ആ ചാപ്റ്ററിനെ കുറിച്ച്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷനാണ് അത് മൈൻഡ് മാപ്പ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സ് 2 ആളുകൾ ഏത് ഭാഷയിലും നിങ്ങൾ ഏത് ഭാഷയിലാണോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഷയിൽ ക്ലാസ് എടുത്ത് തന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? മനോഹരമായിരിക്കും. അത് മാത്രമല്ല, അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇംഗ്ലീഷിലാണ് നിങ്ങൾ ലാംഗ്വേജ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 ആളുകൾ നിങ്ങൾക്ക് ആ ക്ലാസ് എടുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഇൻറ്ററാക്റ്റീവ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് അവരോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധിക്കും. ആ ചോദ്യം ചോദിച്ച നിമിഷം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വീണ്ടും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ഫീലായിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക. അതേപോലെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് നോട്ട്ബുക്കിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് വീഡിയോ രൂപത്തിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ 2 ആളുകൾ ക്ലാസ് എടുത്ത് തരുന്നു. വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രസൻറ്റേഷൻ കിട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? വളരെ രസകരമായിരിക്കും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങൾ ഉപകാരങ്ങൾ കിട്ടുന്ന ടൂളാണ് നോട്ട്ബുക്ക് LM. അപ്പോൾ ഞാനിവിടെ എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ കേരള സിലബസിലുള്ള ഫസ്റ്റത്തെ ചാപ്റ്റർ ഞാനിവിടെ അതിൻ്റെ PDF ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് നോക്കിയാണ്. അപ്ലോഡ് ഫയലിൽ പോയിട്ട് ഈ ഒരു PDF ഞാൻ എന്ത് ചെയ്തു? അപ്ലോഡ് ചെയ്തു. ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ലാംഗ്വേജ് മാറ്റാൻ സാധിക്കും. ഇവിടെ ഏതാണോ ഭാഷ ആ ഭാഷയിൽ ായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സർവീസും എല്ലാ ഫങ്ഷൻസും നമ്മൾക്ക് ലഭ്യമാവുക. മലയാളം വേണ്ടവർക്ക് മലയാളം തിരഞ്ഞെടുക്കാം, മറ്റ് ഏത് ഭാഷകൾ വേണ്ടവർക്കും ആ ഭാഷ തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻ്ററാക്റ്റീവ് ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് അവർ ക്ലാസ് എടുത്തുന്ന സമയത്ത് നമ്മൾക്ക് ഡൗട്ടുകൾ ചോദിക്കുന്ന ആ ഫംഗ്ഷൻ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ നിലവിൽ ലഭ്യമായിട്ടുള്ളതുള്ളൂ. നമുക്ക് ഫംഗ്ഷൻസ് ആദ്യം ഒന്ന് നോക്കി നോക്കാം. ഒന്ന് ഓഡിയോ ഓവർവ്യൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. രണ്ടാമതുള്ളത് വീഡിയോ ഓവർവ്യൂ. ഇത് മൈൻഡ് മാപ്പ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ നമ്മൾക്ക് ആ എൻ്റെ ചാപ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു മൈൻഡ് മാപ്പ് തരുന്നതാണ് മൈൻഡ് മാപ്പ്. നെക്സ്റ്റ് റിപ്പോർട്ട്സ് എന്നുള്ളതാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ
ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വലിയൊരു എസ്സേ അതിൻ്റെ ബ്രീഫ് കിട്ടണമെങ്കിൽ അതിനിവിടെ ബ്രീഫിംഗ് ഡോക്ക് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു PDF അപ്ലോഡ് ചെയ്ത ശേഷം അതിനൊരു സ്റ്റഡി ഗൈഡ് രൂപത്തിൽ റീറൈറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അതിനിവിടെ സ്റ്റഡി ഗൈഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ആ ഓരോ ഫങ്ഷൻസ് ഉപയോഗിച്ച് നോക്കിയാലാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീല് അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഉപകാരപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക മനസ്സിലാക്കാൻ സാധിക്കുക. അടുത്തത് ഇവിടെ ഫ്ലാഷ് കാർഡുകൾ എന്നുള്ളതാണ്. ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഫ്ലാഷ് കാർഡ് രൂപത്തിൽ ഒരു 10-40 ഫ്ലാഷ് കാർഡുകൾ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓരോ കാർഡും ഇങ്ങനെ വളരെ രസകരമായിട്ട് നമ്മൾ കോട്ടൊക്കെ വായിക്കുമല്ലോ, ആ ഒരു ഫീലിൽ നമുക്ക് ചാപ്റ്റേഴ്സിനെ വായിക്കാനുള്ള ഫംഗ്ഷനാണ് ഫ്ലാഷ് കാർഡ്. അവസാനത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്വിസ് ആണ്. അതായത് നമ്മൾക്ക് എന്താ വെച്ചാൽ ചാപ്റ്ററിൻ്റെ മുഴുവൻ ചാപ്റ്ററിന് ക്വിസ് രൂപത്തിലാക്കി തന്നാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഇവിടെ ക്വിസ്. അപ്പോൾ നമ്മളിവിടെ ഓരോ ഫംഗ്ഷൻസും ചൂസ് ചെയ്യാണ്. ഓരോന്നും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ചിലപ്പോൾ സമയം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ക്വിസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ലെറ്റ്സ് സീ ദ ക്വിസ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെമിനിയിൽ നേരത്തെ എടുത്ത ആ ക്വിസിൻ്റെ അതേപോലെ തന്നെയാണ്. നമ്മൾക്ക് ഇവിടെ ഓരോ ആൻസേഴ്സ് അടയാളപ്പെടുത്താം. ശരിയുള്ളതും തെറ്റുള്ളതും നമ്മൾക്ക് അപ്പോൾ തന്നെ കാണിച്ചു തരും. ശേഷം നമുക്ക് നെക്സ്റ്റ് അടിച്ചു പോവാം. സി, നെക്സ്റ്റ് അടിച്ച് നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും. ഇതാണ് ക്വിസ്. ഇത് ശരിക്കും പറഞ്ഞാൽ PSC അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർഡ് ആകുന്ന ആളുകൾക്ക് പെട്ടെന്ന് ക്വിസുകൾ നിർമ്മിക്കാനും അത് എക്സാം എടുത്ത് നോക്കാനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്വിസ് എന്നുള്ള ഫംഗ്ഷന്. അടുത്തത് ഇവിടെ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഓഡിയോ ഓവർവ്യൂ ആണ്. നമുക്ക് ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം, എത്രത്തോളം രസകരമാണ് എന്ന് കേട്ട് നോക്കാം. ഓക്കെ, ലെറ്റ്സ് പ്ലേ. നമസ്കാരം, ജീവന്റെ അടിസ്ഥാന രഹസ്യങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളും മറ്റും വെച്ച് ജീനുകളുടെയും പാരമ്പര്യത്തിൻ്റെയും ആ ലോകത്തേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. എന്താണ് നമ്മളെ നമ്മളാക്കുന്നത്, അല്ലേ? എങ്ങനെയാണ് ഈ സ്വഭാവങ്ങളൊക്കെ കൈമാറി വരുന്നത്? ഇതിൻ്റെയൊക്കെ ഉത്തരം അത് നമ്മുടെ എല്ലാം കോശങ്ങൾക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ ഈ ചർച്ച തുടങ്ങാൻ ഏറ്റവും നല്ലൊരു തുടക്കം ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് നടന്നൊരു വലിയ ശാസ്ത്ര നേട്ടം തന്നെയാണ്. 2020 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ഓർക്കുന്നുണ്ടാകും. ജീൻ എഡിറ്റിംഗ് രംഗത്ത് ഒരു വിപ്ലവം കൊണ്ടുവന്ന കണ്ടുപിടുത്തം. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ 2 ആളുകൾ, ഒരാൾ കൂടി അതിൽ ലേറ്റർ സ്റ്റേജിൽ സംസാരിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് രീതിയിൽ നമ്മൾ ആ റിയൽ മലയാളത്തിൽ നമുക്കിതിൻ്റെ ഓഡിയോ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് ഞാനൊക്കെ എക്സാമിന് പോകുന്ന സമയത്ത് യൂട്യൂബ് വീഡിയോസാണ് കേൾക്കാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ റിസ്കി ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഫോണിലിരുന്ന് PDF വായിക്കാറാണ് ചെയ്യാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ചാപ്റ്ററിൻ്റെ ഓഡിയോ ഓവർവ്യൂ കിട്ടും. നമ്മൾക്ക് എന്ത് ചെയ്യാം, വെറുതെ ഇരുന്നിട്ട് ഇയർഫോൺ ഇട്ടിട്ട് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് കേൾക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ വീഡിയോ ഓവർവ്യൂ ആണ്. അത് നമുക്ക് കണ്ടുനോക്കാം. ഇതിനെ നമ്മൾക്ക് എന്താ വെച്ചാൽ ഫുൾ സ്ക്രീനിലും കാണാൻ സാധിക്കും. ലെറ്റ് മീ ഷോ ഇറ്റ് ഫോർ യു. ഓക്കെ, സി, നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലാസ് എടുത്ത് തരുന്നു. അതിൻ്റെ സ്ക്രീനിൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷനും കാണിച്ചു തരുന്നുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ജീവന്റെ അടിസ്ഥാന കോഡ് തന്നെ നമുക്ക് മാറ്റി എഴുതാൻ കഴിഞ്ഞാലോ? പാരമ്പര്യമായി വരുന്ന രോഗങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ടെക്നോളജി. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീൻ എഡിറ്റിംഗ് എന്ന ശാസ്ത്ര ലോകത്ത് തന്നെ അടിച്ചു വിട്ടു. സി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ കൂടി നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫ്ലാഷ് കാർഡുകളാണ്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഫ്ലാഷ് കാർഡുകളൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം 50 ഫ്ലാഷ് കാർഡുകൾ, ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള 50 ഫ്ലാഷ് കാർഡുകൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ മറിച്ച് ഓരോ പോയിന്റുകളും നമുക്ക് വളരെ സിമ്പിളായിട്ട് നോക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരാൾ ചാപ്റ്റർ മുഴുവൻ വായിച്ചു കഴിഞ്ഞ ശേഷം അയാൾക്ക് ആ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഓരോ ഫ്ലാഷ് കാർഡുകളും നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ പോയിട്ട് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൈൻഡ് മാപ്പാണ്. ഇത് സി, വെൻ ഐ ക്ലിക്ക്, ഇതാണ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ ഇവിടെ നമ്മൾക്ക് കാണിച്ചു തന്നു. ഇനി നമ്മൾക്ക് എന്താ വെച്ചാൽ ഈ ഇപ്പോൾ ജീൻ എഡിറ്റിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത സെക്ഷൻ കാണിച്ചു തരും. ശേഷം ഇതിൽ ഓരോ ഇതിലും ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ കാണിച്ചു തരും. അപ്പം നമ്മൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു എൻ്റയർ ഔട്ട്ലൈന് നമ്മുടെ മനസ്സിൽ നമുക്കൊരു വിഷ്വലൈസേഷൻ രീതിയിൽ കിട്ടും. സി, നിങ്ങൾക്കൊരു വിഷ്വൽ
സീനറി നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് ഇതിലൊരു കാര്യം പറഞ്ഞു, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ താഴെ ആ പുസ്തകത്തിൽ നിന്നുള്ള നമ്മൾ ചോദിച്ച ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്തു ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാമിന് ഈ ഒരു നോട്ട്ബുക്ക് എല്ലാം വെച്ചിട്ട് വളരെ അമേസിങ് ആയിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർഡ് ആവാൻ പറ്റും എന്നുള്ളതാണ് നോട്ട്ബുക്ക് എലമെന്റ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന AI ടൂൾ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു AI ടൂളാണ് AI സ്റ്റുഡിയോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരത്തെ ജെമിനിയിൽ കിട്ടിയ കുറേ ഫങ്ഷൻസ് ഇവിടെ ഉണ്ട്. അതൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, ഒറ്റ ഫങ്ഷൻ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ട്രീം എന്നുള്ള ഒരു ഓപ്ഷനിൽ ഷെയർ എ സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് കുറേ ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഫോട്ടോഷോപ്പ്, ക്യാൻവ, അതായത് പ്രസൻറ്റേഷൻസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സല്, അങ്ങനത്തെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. അതിന് ശരിക്കൊരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോഴ്സിന് പോകലും ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ ഒരു ടീച്ചറെ കിട്ടൽ അല്ലെങ്കിൽ അറിയുന്ന ഒരാളെ കിട്ടലൊക്കെ ബുദ്ധിമുട്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഈ ഒരു ഷെയർ സ്ക്രീന് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഒരു ടീച്ചറായിട്ട് കണക്കാക്കി നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് ക്യാൻവ പഠിക്കണം, പക്ഷേ എനിക്ക് ക്യാൻവയുടെ ഒന്നും അറിയില്ല. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ക്യാൻവയുടെ തൽക്കാലം നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ ഇതാണ് ഓപ്പൺ ചെയ്തു. ഇനി എനിക്കെന്താ വെച്ചാൽ ഇതിലെങ്ങനെ ചതുരം നിർമ്മിക്കണം എന്നറിയില്ല. ആ ചതുരം നിർമ്മിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് കളറ് കൊടുക്കേണ്ടത് എന്നറിയില്ല. അപ്പോൾ അത് ഞാൻ AI സ്റ്റുഡിയോൻ്റെ സഹായത്തോടു കൂടി അതിന് പരിഹാരം കാണാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഷെയർ സ്ക്രീന് കൊടുത്തു. ഷെയർ സ്ക്രീനിൽ കൊടുത്തിട്ട് ഏത് ടാബാണോ എന്നുള്ളത് ഞാനിവിടെ ചൂസ് ചെയ്തു. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇതിനോട് ഏത് ഭാഷയിലും സംസാരിക്കാൻ പറ്റും. ഞാനിവിടെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇതിന് ചോദിച്ചു നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഔട്ട്പുട്ട് നോക്കി നോക്കാം. ലെറ്റ് മീ സീ. എനിക്ക് മലയാളത്തിലാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ തരേണ്ടത്. എനിക്ക് ഈ ഒരു ക്യാൻവയിൽ എങ്ങനെയാണ് ചതുരം നിർമ്മിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും. ക്യാൻവയിൽ ചതുരം നിർമ്മിക്കാൻ ടൂൾ ബാറിൽ നിന്ന് ഷേപ്സ് തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് ഒരു ചതുരം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ക്യാൻവാസിലേക്ക് എവിടെയാണ് ടൂൾ ബാറിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ടൂൾ ബാർ സ്ക്രീൻ കാണുന്നില്ല, എവിടെയാണ് ഷേപ്പ് എന്നുള്ളതും കാണുന്നില്ല. എനിക്ക് പറഞ്ഞു തരാമോ? ടൂൾ ബാർ സ്ക്രീനിന്റെ ഇടതുവശത്താണ് സാധാരണയായി കാണാറ്. അവിടെ എലമെന്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാനില്ലേ? അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഷേപ്സ് കണ്ടെത്താനാകും. കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഷേപ്പിന്റെ നിറം എങ്ങനെയാണ് മാറ്റുക എന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ തിരഞ്ഞെടുത്ത ഷേപ്പിന്റെ നിറം മാറ്റാൻ സ്ക്രീനിന്റെ മുകളിലുള്ള ടൂൾ ബാറിൽ ഒരു കളർ പാലറ്റ് ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള നിറം തിരഞ്ഞെടുക്കുക. കൂടുതൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. പണ്ട് പലപ്പോഴും നമ്മൾക്ക് പല പരാതികളും പറയാറുണ്ടായിരുന്നു. അതായത് എനിക്ക് എല്ലാതും പറഞ്ഞു തരാൻ ഒരാളില്ല, ടീച്ചേഴ്സ് ഇല്ല, മെൻറ്റേഴ്സ് ഇല്ല എന്നൊക്കെ പരാതി പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇനി നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് സ്മാർട്ടാണെങ്കിൽ, നിങ്ങൾക്കൊരു പുതിയ കാര്യം പഠിക്കാനുള്ള ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലൊരു ത്വര ഉണ്ടെങ്കിൽ, ഒരു ജ്വാല ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ AI ടൂളുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഹൈ കപ്പാസിറ്റി ലെവലിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാനും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതേപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം എഫക്റ്റീവായിട്ടുണ്ട്, ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കമൻറ്റിലൂടെ പറയാം. കാരണം ആ കമൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കാണ്, എത്രത്തോളം നമ്മുടെ വീഡിയോസ് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് നിർമ്മിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.